ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ കേരള PSCയുടെ ഏറ്റവും പുതിയതായിട്ട് വന്ന ഗസറ്റ് ഡേറ്റ് അതായത് 30/8/2024 പ്രസിദ്ധീകരിച്ച ടെക്നിക്കൽ നോട്ടിഫിക്കേഷൻസിനെ കുറിച്ച് പറയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ടെക്നിക്കൽ PSC എക്സാംസ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ആയാലും എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ, അതിന്റെ സിലബസ്, അതുപോലെ തന്നെ അതിന്റെ സ്റ്റഡി പ്ലാൻ, അതുപോലെ എക്സാം വരെയുള്ള നിങ്ങളുടെ ക്ലാസ്സസ് എങ്ങനെ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാനോട് കൂടി പഠിക്കാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി തരുന്നതായിരിക്കും. സോ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ നമ്മുടെ നോട്ടിഫിക്കേഷൻ നോക്കാം. കാറ്റഗറി നമ്പർ 276/2024 ആണ്. യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ആണ് നമ്മുടെ പോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു വേക്കൻസി ആണ് ആസ് ഓഫ് നൗ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പേ സ്കെയിൽ 55,200 to 1,15,300 ആണ്. ആൻഡ് ബിടെക് മെക്കാനിക്കൽ ആണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്, സിൻസ് ഇറ്റ് ഇസ് എൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ്. ഓക്കെ, അപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ ഈ ഒരു പോസ്റ്റ് ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 3/10/2024 ആണ്. ഇനി അടുത്ത കാറ്റഗറി നമ്പർ 280/2024 ആണ്. ഇത് സിവിലുകാർക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ്. ഹാർബർ എഞ്ചിനീയറിംഗിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 2 സിവിൽ ആണ്. നമുക്ക് 31,100 to 66,800 ആണ് നമ്മുടെ പേ സ്കെയില്. ആസ് ഓഫ് നോ വേക്കൻസീസ് പറഞ്ഞിരിക്കുന്ന 5 ആണ്. ഹാർബർ എഞ്ചിനീയറിംഗ് ആണ്. ഒരുപാട് വേക്കൻസീസ് വന്നില്ലെങ്കിൽ സെക്കൻഡ് ഗ്രേഡ് ആയതുകൊണ്ട് നമുക്ക് വേറെ ലിസ്റ്റിൽ നിന്ന് NJD വേക്കൻസീസ് ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട്. സോ ബിടെക് സിവിൽ കഴിഞ്ഞവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ബിക്കോസ് സെക്കൻഡ് ഗ്രേഡ് ആയതുകൊണ്ട് ഒരു ഡൗട്ട് ഉണ്ട്. സോ നമുക്ക് ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിരിക്കുന്ന മസ്റ്റ് ഹാവ് പാസ് SSLC എക്സാമിനേഷൻ ഓർ ഇറ്റ്സ് ഇക്വലന്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെ അതിന്റെ കൂടെ SSLCയുടെ കൂടെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ NTC ഇൻ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ അല്ലെങ്കിൽ സർവേയർ പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ ഓർ ഒരു ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ഓഫ് എഞ്ചിനീയറിംഗ്. അതിനകത്ത് നമുക്ക് ബിൽഡിംഗ്, ഡ്രോയിങ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, സർവേ ആൻഡ് ഇറിഗേഷൻ ഈ പേപ്പേഴ്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓർ അടുത്തത് പാസ് ഓഫ് ദ മദ്രാസ് ഗവൺമെന്റ് ടെക്നിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് ടെക്നിക്കൽ എക്സാമിനേഷൻ ഇൻ ദ ഫോളോയിങ് 7 സബ്ജക്ട്സ്. അതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. സർവേയിങ് ആൻഡ് ലെവലിംഗ്, അപ്ലൈഡ് മെക്കാനിക്സ്, ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ, ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ്, ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ, geometric drawing, mensuration law. Or നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് 2-year കോഴ്സ് ഓഫ് ദി വുമൻസ് പോളിടെക്നിക് ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് കേരള. 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. വുമൻസ് പോളിടെക്നിക്കിൽ നിന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമുക്ക് ക്വാളിഫിക്കേഷന്റെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്ക് ബിടെക് കഴിഞ്ഞവർക്കും ഡിപ്ലോമ കഴിഞ്ഞവർക്കും ഒക്കെ ഒരുപാട് സംശയങ്ങളാണ്. ഇത് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? സോ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ PSC തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷന്റെ കൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. NTC ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ പറഞ്ഞിരിക്കുന്നതിന് ഇക്വലന്റ് ഓർ ഹയർ ആയിട്ട് നമുക്ക് MTech കൺസ്ട്രക്ഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് എടുത്ത ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. ഇക്വലന്റ് ഓർ ഹയർ ആയിട്ട് കൊടുക്കും. ഓക്കെ, ഇനി NTC സർവേയർ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ആ ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് ഇക്വലന്റ് ഓർ ഹയർ ആയിട്ട് PSC പറയുന്നത് IT അല്ലെങ്കിൽ ITC സിവിൽ ഡ്രാഫ്റ്റ്സ്മാൻ, പോളിടെക്നിക് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. ഒരുപാട് പേര് ചോദിച്ച ഡൗട്ട് ആണ്. വുമൻസ് പോളിടെക്നിക്കിൽ നിന്നുള്ള പോളിടെക്നിക് ഡിപ്ലോമ മാത്രമേ അംഗീകരിക്കൂ. അല്ല, നമുക്ക് NTC സർവേയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് ഇക്വലന്റ് ഓർ ഹയർ നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് പോളിടെക്നിക് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതേ ഓപ്ഷൻ എടുക്കുന്നവർക്ക് തന്നെ ബിടെക് സിവിൽ കഴിഞ്ഞവർക്കും BE സിവിൽ കഴിഞ്ഞവർക്കും ITC കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തത് KGTE ആണ്. KGTEയിൽ നമുക്ക് ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ ബിൽഡിംഗ് ഡ്രോയിങ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, സർവേ ആൻഡ് ഇറിഗേഷൻ ആണ്. അതിന് ഇക്വലന്റ് ഓർ ഹയർ KGCE സിവിൽ കഴിഞ്ഞവർക്കും. ഓക്കെ, അപ്പൊ ഇക്വലന്റ് ഓർ ഹയർ നോട്ടിഫിക്കേഷൻ നമുക്ക് കേരള PSC പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ബിടെക്കുകാർക്കും ഡിപ്ലോമക്കാർക്കും ഒക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് ബിടെക് സിവിൽ കഴിഞ്ഞവർക്കും ഡിപ്ലോമ കഴിഞ്ഞവർക്കും ITI കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റ് ആണ് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 നമ്മുടെ ഹാർബർ ഡിപ്പാർട്ട്മെന്റ്. അപ്പം മറക്കാതെ അപ്ലൈ ചെയ്യാം. അടുത്ത നമുക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് കുറച്ചുള്ളത്. അത് നമുക്ക് കാറ്റഗറി നമ്പർ 291/2024 ആണ്. കേരള വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഷെഡ്യൂൾ ട്രൈബ് STക്കാർക്ക് മാത്രമുള്ള റിക്രൂട്ട്മെന്റ് ആണ്. അപ്പൊ ST കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. 2 വേക്കൻസി ആണ് ഉള്ളത്. 53,900 to 1,18,100 ആണ് പേ സ്കെയിൽ എന്ന് പറയും. ഓക്കെ, അതും ബിടെക് തന്നെയാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സിവിൽ മെക്കാനിക്കൽ. ഓക്കെ, അടുത്തത് നമുക്ക് നമ്മുടെ ഷെഡ്യൂൾ ട്രൈബിന്റെ കാൻഡിഡേറ്റ്സിൽ തന്നെയുള്ള ഓവർസി ഗ്രേഡ് 3 ആണ്. ST കാറ്റഗറിക്ക് മാത്രം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലും അതും ഒരു വേക്കൻസി ആണ്. ഇതും ITക്കാരുടെ പോസ്റ്റ് ആണെങ്കിലും ഡിപ്ലോമ കഴിഞ്ഞവർക്കും ബിടെക് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തത് ലാസ്റ്റ് വൺ നമുക്ക് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് അതായത് LSTDയിൽ 3rd ഗ്രേഡ് ഓവർസിയർ അല്ലെങ്കിൽ 3rd ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാൻ ആണ്. ഇതും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. STക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. 26,500 to 60,700 ആണ്. ഒരു വേക്കൻസി ആണ്.
സപ്പോർട്ട് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് തേർഡ് ഗ്രേഡ് ആയതുകൊണ്ട് നമുക്ക് ITI ആണ് അടിസ്ഥാന യോഗ്യത പറയുന്നെങ്കിലും ബിടെക് ഡിപ്ലോമ കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഷെഡ്യൂൾ ട്രൈബ് കാറ്റഗറിക്ക് 2 ഓവർസിയർ പോസ്റ്റും ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റും ഉണ്ട്. നോക്കി അപ്ലൈ ചെയ്യുക. സിവിലുകാർക്ക് ഒരു പോസ്റ്റ്, മെക്കാനിക്കലുകാർക്ക് വാട്ടർ അതോറിറ്റി ഷെഡ്യൂൾ ട്രൈബുകാർക്ക് മാത്രമേ ഉള്ളൂ. അല്ലാതെ അസിസ്റ്റന്റ് എഞ്ചിനീയർ നമുക്ക് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. ഇത്രയുമാണ് നമ്മുടെ ടെക്നിക്കൽ നോട്ടിഫിക്കേഷൻസ് കേരള PSC പുറപ്പെടുവിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് 3/10/2024 ആണ്. അതിന് മുന്നേ അപ്ലൈ ചെയ്യാൻ നോക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.